കസർത്താണ് സഞ്ജുവേട്ട ഇന്നലെ മാനേജറുടെ മോന്ത കാണുമായിരുന്നു. മാസം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നിങ്ങൾ ID കാർഡ് മാനേജറുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്തിട്ട് പോയ ആ ഒരു സീന്. അല്ലെങ്കിൽ ഈ അടിമപ്പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും സഞ്ജുവിനില്ല. അല്ലെങ്കിൽ ഈ അടിമപ്പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും സഞ്ജുവിനില്ല. ഈ പണി പോയാൽ വേറെ പണി. അല്ലെങ്കിൽ ഈ അടിമപ്പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും. ചക്കര ഇങ്ങോട്ടൊന്നും പറയണ്ട. മാനേജർ തെണ്ടി ഇങ്ങോട്ട് കൊണയ്ക്കാൻ വന്നിട്ടാ. എടാ നീ വീട്ടിലോട്ടൊന്ന് വരുമോ? ഇവിടെ ആരുമില്ല. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? നേരത്തെ പറയണ്ടേ? എടാ അർജന്റ് ആണ്, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. തീർത്തി പിടിക്കില്ലേ? ഇതാ എത്തി. ഒന്ന് തൊടാനുള്ളേ തീരാ മോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാ. അവളെ തന്ത പഠിക്കോടല്ല സ്റ്റെപ്പ് വെക്കായിരുന്നില്ലേ? നീ എന്തോ ഈ കാണിക്കുന്നേ? അല്ല, ഞാൻ പതിവ് പോലെ മതില് കാടി. ഇത്ര വലിയ ഗേറ്റ് ഉള്ളപ്പം ഇത് മണ്ടനെ കൊണ്ട് എണ്ണെങ്ങനെ പോവാം. അഞ്ചൂര് മയത്തില് കേട്ടു ആക്രാന്ത് നിഹിയ. ഇന്നലെ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു? ഞാൻ ഇന്നലെ മാനേജറെ വരച്ച വരൽ നിർത്തേണ്ട തിരക്കിലായിരുന്നു. ആ നീ അവിടെ വരച്ചോണ്ടിരുന്നോ? ഇവിടെ എന്റെ എല്ലാ വരയും തെളിഞ്ഞു. എന്ത് വരാ? എന്റെ 2 വരയും തെളിഞ്ഞെന്ന്. നീ എന്താ അണ്ടാൻ കുഞ്ഞ? ഇന്ന നോക്ക്. എന്താണിത്? എന്താ കോവിഡ് പോസിറ്റീവാ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? ഐ ആം പ്രഗ്നന്റ്. ഓ കൺഗ്രാറ്റ്സ്. എപ്പോ? എങ്ങനെ? അയ്യോ ഭാവിക്കുന്ന അറിഞ്ഞൂടല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അപ്പൊ അവന്റെ ഒരു വെറൈറ്റി. നീ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്റെ പീരീഡ്സ് ഒക്കെ സ്റ്റോപ്പായി. അത് നീ സമയത്തിനല്ല ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും. ദേ ഒരുമാതിരി പൊട്ടം കളിക്കാനാ വാങ്ങി നിന്റെ ചൗക്കല് ഞാൻ അടിച്ചു പൊടിക്കും. ഞാൻ അറിയാണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എനിക്ക് അറിയണം. എന്ത് ഞാൻ അറിയാണ്ട്? എനിക്ക് അങ്ങനെ സംഭവിച്ചായിട്ടൊന്നും വലിയ ഓർമ്മയില്ല. സഞ്ജു നീ സീരിയസ് ആയിട്ടാണോ നിനക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നേ? ചെറുതായിട്ട് സീരിയസ് ആണ്. നീ ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞോ? ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ. എന്ത് കേസ്? വിവാഹ വാഗ്ദാനം നൽകി പീഡനം. പീഡനോ? ഇനി അതിനൊരു കുറവും കൂടെ ഉള്ളൂ. അല്ല, ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ തന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ വേണമായിരുന്നു നോ പറയാൻ. എടാ തെണ്ടി, നിന്നോട് ഞാൻ എത്ര വട്ടം നോ പറഞ്ഞു. അപ്പൊ നീയല്ലേ പറഞ്ഞേ തൂവാന തുമ്പികളെ നീ ജയകൃഷ്ണനും ഞാൻ ക്ലാരയാണെന്നൊക്കെ പറഞ്ഞു. ചുമ്മാ എന്റെ മൂഡ് മാറ്റിയത്. നീ ഇത് എന്തോന്നൊക്കെ കിടന്ന് പറയണത്? ഏത് ക്ലാര? എന്തോന്ന് തൂവാന തുമ്പികള്? ചുമ്മാ ഓരോന്നടിച്ച് പൂസായിട്ട് വന്നിട്ട് ഓരോ സിനിമകള്. ഇതെങ്ങനെ ഇവിടെ നിന്ന് ഊരും? എന്ത് ഉടായ്പ മനത്തിൽ പറഞ്ഞു. ദേ ഉടായ്പ കാണിച്ച് മുങ്ങാനാ പ്ലാനിങ്. ഞാൻ ഈ ഫാലില് കെട്ടി തൂങ്ങും. ഇത് പഴയതാണ്, ഹോളിലുള്ളതാണ് നല്ലത്. അലസിപ്പിക്കാം. അബോഷം ചെയ്യാന്ന്. അബോഷനോ? എടാ നിന്റെ ഭാവിക്ക് വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി നമുക്ക് എന്നെ നൊളയോടെ മുള്ളിക്കളയാം. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പിന്നീട് ഒരുമിച്ച്. ആദ്യം നമുക്ക് നല്ലൊരു ഡോക്ടറിനെ കാണാം. എടാ ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. എങ്കിൽ ആളെ ഇങ്ങോട്ട് വിളിക്കാം. ആരെങ്കിലും വരുവോ? എനിക്കറിയാവുന്നൊരു ഡോക്ടർ ഉണ്ട്, എന്റെ ഫ്രണ്ട് ശില്പന്റെ കമ്പനി. പക്ഷേ ആളെ അവിടെ പോയി കാണണം. ശില്പ അവളൊന്നും അറിയണ്ട. ആ എന്താ പ്രശ്നം? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതല്ല, അവൾ അറിഞ്ഞാൽ അയ്യേ മോശമല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ ഇതൊക്കെ ചെയ്തു വെക്കുന്നതിന് ഒരു മോശമില്ലല്ലേ? ഞാൻ ആദ്യം അവളെ വിളിക്കാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോയി കാണാം. ഞാൻ പറഞ്ഞോ നീ ഒറ്റയ്ക്ക് പോയാ പോരെ? എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഹലോ അളിയാ, വൈകുന്നേരം ടർഫിൽ കളിയുണ്ട്, വരുമല്ലേ? ഇനി ഒരു കളിക്ക് ഞാനില്ല. അളിയാ അങ്ങനെ പറയല്ലേ, നമുക്ക് ഗോൾ അടിക്കണ്ടേ? ഒരു ഗോൾ അടിച്ച് എന്റെ ക്ഷീണം ഒന്ന് മാറട്ട്, ഞാൻ നിന്നെ വിളിക്കാം. എടാ ഞാൻ പറയുന്നത് നീ വച്ചിട്ട് പോടാ. ഇരിക്കൂ. ശില്പന്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിക്കാരി പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ നിങ്ങളുടെ ആരും നോക്കാന്ന് പറഞ്ഞത്. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ഞാനങ്ങനെ വീട്ടിൽ കൺസൾട്ടേഷൻ എടുക്കാറില്ല. പിന്നെ നിങ്ങളുടെ വിഷമം പറഞ്ഞപ്പോ പിന്നെ പറ, എത്ര വീക്സ് ആയി? വീക്സ് ഒന്നും ആയില്ല, ഇന്ന് അറിഞ്ഞ്. അഞ്ജന ആരാ ഇത്?
ഇതാണ് കുട്ടിയുടെ അച്ഛൻ. ഹായ് ഡോക്ടർ, ചെറിയൊരു കയ്യബദ്ധം. കുട്ടിയാണോ ഗ്യാസ് ആണോ എന്നൊക്കെ റിസൾട്ട്സ് വന്നിട്ട് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞ സ്ഥലത്താണല്ലേ പോയി ടെസ്റ്റ് ചെയ്തത്. അതൊക്കെ ചെയ്തു. എന്റെ പീരീഡ്സ് സ്റ്റോപ്പ് ആയിട്ട് 2 weeks ആയി. അതൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് സ്ട്രെസ് കയറുമ്പോ. എടാ, താങ്കളുടെ അല്ലേ താമസം, പിന്നെ എങ്ങനെ വരാതിരിക്കും. നമുക്ക് HCG ടെസ്റ്റ് ചെയ്യണം. അയ്യോ HCG എന്താണെന്നറിയോ? ഇല്ല. പിന്നെ താനതിനെ ഞെട്ടിയേ? അല്ല, ഞാൻ ആ ഫ്ലോയിൽ അങ്ങ്. എടോ, HCG എന്ന് വെച്ചാൽ പ്രഗ്നൻസി ഡിറ്റക്ഷൻ ടെസ്റ്റ്. ഓ മനസ്സിലായി. സോറി, ഞാൻ ആദ്യമായിട്ടായോണ്ട. ഇവിടെ വയറിന് എന്തോ സീം പോലെ. ഇപ്പോഴേ പ്രസവിക്കൂ ഡോക്ടർ, വാഷ്റൂം. This way. വരുന്ന വഴിക്ക് കൊച്ചിനൊന്നും കൊണ്ടുവരില്ലേ? ഡോക്ടറെ, ഞാൻ ആക്ച്വലി ഒരു ജോബൊക്കെ അന്വേഷിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അതിന്റെ ഇടയ്ക്കായത്. സി മിസ്റ്റർ മോനെ, ജോബ് അന്വേഷിക്കുന്നത് ജോബ് അന്വേഷിക്കണം. അതിൻ്റെ ഇടയിൽ ഈ ജോബിന് പോകരുത്. അല്ല, സാറ് വിചാരിക്കും പോലെ അല്ല സത്യത്തിൽ സംഭവിച്ചത്. ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഗർഭം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നീ എന്നെ പഠിപ്പിച്ചതാകുന്നു. അതൊരു ഗൈനക് ഡോക്ടറായ ഞാൻ, എനിക്കെല്ലാം അറിയാം. അല്ല, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സാധനം എനിക്ക് റെസിഡൻസ് അസോസിയേഷൻ ഗിഫ്റ്റായി കിട്ടിയതല്ല. ഞാൻ ആ ഉണ്ടായ സാഹചര്യം പറയാം. താൻ എന്തുവാ, താൻ കുറെ നേരമല്ല അത് ഇതെന്ന് പറയുന്നേ. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. നിങ്ങൾ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ. ഇറ്റ്സ് കൺഫേംഡ്. നിങ്ങൾ അച്ഛനും അമ്മയും പോകുന്നു, അതായത് ഡാഡിയും മമ്മിയും. സാർ, ഞങ്ങൾ മാരീഡ് അല്ല. എന്നാ പെട്ടെന്ന് കേട്ടിക്കും, ഇല്ലെങ്കിൽ നാട്ട കേസാവും. സാർ, അബോഷൻ. ഈ സ്ക്വാഷ് അതിലേക്ക് കുടിക്കുന്ന പോലെ അത്ര സിമ്പിൾ പരിപാടി ഒന്നുമല്ല. പ്ലസ് റിപ്പോർട്ട് പ്രകാരം 5 അബോർഷൻ ചെയ്യുന്ന ഹൈ റിസ്ക് ആണ്. മരണം വരെ സംഭവിക്കാം. അത് കുഴപ്പമില്ല, പ്രൊസീഡ് സാർ. സോറി ഡോക്ടർ. പിന്നെ ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് സാർ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എക്ടോപിക് പ്രഗ്നൻസി. 2, ഷി ഹാസ് ഡയബറ്റീസ്. ഡയബറ്റിക്സാ? നിനക്ക് ഈ പ്രായത്തിൽ ഡയബറ്റിക്സാ? എന്താ കുഴപ്പം? നിനക്കും ബിപിയും ഷുഗറും കൊളസ്ട്രോളും അല്ലേ? നിന്നല്ലേ പ്രേമിക്കുന്നത്, പിന്നെ ഇതൊക്കെ വരാതിരിക്കും. സൈലൻസ്. ഇത് കഥയല്ലേ, ഇത് ജീവിതമൊന്നുമല്ല നിങ്ങളുടെ വഴക്ക് തീർക്കാൻ. എടോ, ഇത് അതിനാൾ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, റിസ്ക്കാണ്. അതെന്താ? വയറ് കൂടും. ഡയറ്റ് ചെയ്യാൻ സാർ. എടോ, കുഞ്ഞു വലുതാവും. ഓ, ഇതിനിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ. സാർ, ഇപ്പൊ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുക? ഒറ്റ വഴിയുള്ളൂ. അതെന്താ? ഗെറ്റ് മാരീഡ് സൂൺ. മാരേജാ? എനിക്കാണല്ലോ പ്രായവും പക്വതയൊന്നും ആയൊന്നുമില്ല. ഒരു കൊച്ചിനുണ്ടാകുന്ന പ്രായം പക്കത്തേക്ക് തനിക്കായി. അതല്ല സാർ, ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഇതാലോചിക്കാൻ വലിയ ടൈമൊന്നും എടുത്തില്ലല്ലോ. See, I'm telling you guys, get married soon. Go ahead with the baby. Start a new life. നന്നായി വരും. എന്നിട്ട് അടുത്ത് കൊച്ചിനുണ്ടെങ്കിൽ വീണ്ടും വരും. എന്താ നോക്കണേ? അഞ്ജു, എനിക്കാകെ പേടിയാവുന്നു. നിന്നൊക്കെ കൂടുതൽ പേടിക്കേണ്ടത് ഞാനല്ലേ? പക്ഷെ നിനക്കെന്നെ ഒന്ന് തടയാമായിരുന്നു. ഓ, ഇനി നീ എന്നെ കുറ്റം പറ. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്തത്. നിന്നോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കെന്ന് പറഞ്ഞു എന്നെ നിർബന്ധിപ്പിച്ചത് നീയല്ലേ? പക്ഷെ നീ പറയുന്നതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓ, തലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്ലാനാണ് അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പിന്നെ നിന്റെ പെരുമാറ്റം കൊണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ആണുങ്ങളായ കുറച്ചൊക്കെ ഗട്സ് വേണം. നീ ഓരോന്ന് പറഞ്ഞെന്നെ പ്രവോക്ക് ചെയ്യില്ലേ? എനിക്ക് ഓർമ്മയിരുന്നല്ലേ പറഞ്ഞോളൂ. ഇരുട്ടത്ത് വന്ന് കാര്യം കഴിഞ്ഞ് പോകുന്നവനല്ലാണ്, വെളിച്ചത്ത് വന്നത് ഏറ്റെടുക്കണം. ഇതൊരു മാതിരി. നീ പറഞ്ഞു എങ്ങോട്ടായി പോകുന്നേ? പിന്നെ പോകാതെ പിന്നെ ഈ സമയത്തുള്ള എന്റെ മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാതെ എന്നെ ഒഴിവാക്കുന്ന കാര്യം പറഞ്ഞ നിനക്ക് എന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട്. മതി, നിർത്ത്, ഓവറാവല്ലേ? ഓക്കെ, നിനക്ക് ഞാനല്ലേ ബാധ്യത? ഇതല്ല എന്റെ കുറ്റമാണല്ലോ. അഞ്ജന, ഒന്ന് പറയുന്ന കേക്ക്. ഇനി ബാധ്യതയാവാൻ ഞാൻ വരണില്ല. ഇങ്ങോട്ടും വന്നേക്കരുത് പ്ലീസ്. അഞ്ജു,
മാറും മധുരം നീയേ 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 മാറിൽ കുളിരായി മൂടും ഉയരിൻ തീയേ 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 കാറ്റിൽ അവൾ ശ്വാസം വീശും കിനാജാലം ദൂരെ തുറന്നാരോ വാനിൽ അവൾ ചായും മേഘം വെയിൽ കായും നേരം വരും ഞാനും വാനിൽ അവൾ ചായും തീരം നിറം ചൂടും നേരം തൊടും ഞാനും ആ അഞ്ജു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞല്ലേ? എന്റെ കൊച്ചിനെയും കൊച്ചിന്റെ കൊച്ചിനെയും കാണാൻ ഞാൻ അല്ലാതെ പിന്നെ വേറെ ആര് പറഞ്ഞത്? അത് കൊള്ളാം. കുന്തം ഒന്ന് ഇറങ്ങിപ്പോടും കൂടെ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അഞ്ജു. അത് വേറെ വല്ല പെണ്ണുങ്ങളോട് ചൊല്ലിക്കൊണ്ടിരുന്നാലേ ഉറക്കമൊന്നും വരത്തില്ല. നീ എന്തോ നീ പറയണത്? നീ അല്ലാതെ എനിക്ക് വേറെ ആരും ഉണ്ടെന്ന് സഞ്ജു, തോന്നുന്നു. കൂടുതൽ അഭിനയിക്കാണ്ട് നീ ഇറങ്ങിപ്പോയിക്കേ. ആദ്യത്തെ കൺമണി ആരായിരിക്കണം? എന്നിട്ടതിനെ വേണ്ടെന്നല്ലേ നീ പറഞ്ഞേ? എടാ, അതിന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാടാ. ശരിക്കും ആക്ച്വലി നീ പോയപ്പോഴാണ് എനിക്ക് നിന്റെ വില മനസ്സിലായത്. നീ ഇല്ലാണ്ട് എനിക്ക് പറ്റൂല അഞ്ജു. ജോലി, പ്രാരാബ്ദം, ഓർമ്മക്കുറവ്, ഇതൊക്കെ അല്ലായിരുന്നു നിന്റെ പ്രശ്നം? അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സേവ് ദ ഡേറ്റ്, ബേബി ഷവർ, പ്രസവം, കൊച്ചിന്റെ സ്കൂൾ വരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം? അമ്മ സത്യം. ഞാൻ എന്റെ വീട്ടിലും പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കല്യാണം. പക്ഷെ എന്റെ വീട്ടിലോ? അയ്യോ. അയ്യോ, അച്ഛൻ നീ പോ. ഇല്ല, ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം. ഞാൻ ഉണ്ടാക്കി വെച്ച കുഴപ്പമില്ല. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞോളാം. അച്ഛനോട് സംസാരിച്ച് ഞാൻ പോവാം. പ്ലീസ്, അച്ഛൻ കണ്ട പ്രശ്നമാവും. നീ പോ. ഇല്ല, എനിക്കൊന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എനിക്കടുത്ത് പോകാൻ പറ്റൂ. എടാ, എന്റെ മിസ്റ്റേക്ക് ഇല്ല. അവിടെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്യാം. നീ ഇപ്പൊ പോ. ഉറപ്പാണോ? ആ, ഉറപ്പ്. നീ ഇപ്പൊ പോ. പോയണേ. ആ, പോ. അഞ്ജു, ഐ ലവ് യു. ആ, ലവ് യു, ലവ് യു. പോയെ പോയെ. പോയല്ലേ? പോടാ, ഇറങ്ങി പെട്ടെന്ന്. ഓക്കെ, ബൈ ഉമ്മ. സാർ. യെസ്, കം ഇൻ. ഡാ, നീയാ? സാറ് ചൂടാവരുത്. ചൂടാവാണ്ട് ആരോട് വെച്ചിട്ടാണ് ഓഫീസിന്റെ പടി കയറി? സാർ, എനിക്ക് മാപ്പ് തരണം. എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണം. മാപ്പ് കോപ്പ് എന്റെ എംപ്ലോയീസിന് മുമ്പിൽ വെച്ച് ഷോ ഇറക്കി എന്നെ നാട്ടിച്ചിട്ട് നിനക്കിപ്പോ ഇനി മാപ്പും വേണം ജോലിയും വേണം അല്ലേ? അടി കിട്ടണ്ടെങ്കിൽ ഓടിക്കോ. ജീവിത പ്രശ്നമാണ് സാർ. എനിക്ക് വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. സൂയിസൈഡോ? അതിനുള്ള ധൈര്യം നിനക്കില്ല അഞ്ജു. നീ ഒന്ന് പോയേ. എനിക്ക് എന്റെ ഭാര്യനെയും കുഞ്ഞിനെ നോക്കണം സാർ. അഞ്ചിന്റെ പൈസ കയ്യിലില്ല. ഏത് ഭാര്യ? ആരുടെ കുഞ്ഞ്? കൂടായ്പറക്കാണ്ട് നീ പോവോ അതോ ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കണോ? സാർ, പ്ലീസ് സാർ. സാർ എന്നെ ജോലിയിൽ തിരിച്ചെടുക്കില്ലെന്ന് ഉറപ്പാണോ? ഒരു സംശയവും വേണ്ട. സാറും ഇവിടുത്തെ ശോശാമ്മയും തമ്മിൽ അവഹിതം ഞാൻ പാട്ടാക്കും. എന്റെ സോളിഡ് പ്രൂഫ് ഉണ്ട്. വീഡിയോ കാണണോ? എനിക്ക് മാത്രമല്ല, ഇവിടെ പലർക്കും അറിയാം. സാറിന്റെ ഭാര്യ കൂടി അറിഞ്ഞാൽ. നീ ഇവിടെ ഇരുന്ന സഞ്ജു, നീ ഇവിടെ ഇരുന്ന് സംസാരിച്ചേ. എത്ര നേരായി നീ ഇവിടെ നിൽക്കണേ? ഞാൻ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ച് പറയൂലേ. മോനിത് ആരോടും പറയല്ലേ. അതെ, ആ സഞ്ജുവിന്റെ റീജോയിനിങ് പ്രോസസ് എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്തോട്ടോ. പോരെ? ചെറിയ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ശരിക്കും
നിനക്ക് ശരിക്കും ആൺകുഞ്ഞ് വേണമെന്നാണോ അതോ പെൺകുഞ്ഞ് വേണമെന്നാണോ ആഗ്രഹം? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അത് നമ്മൾ തീരുമാനിക്കുന്നതല്ലോ, താനേ പറഞ്ഞല്ലേ. അയ്യോ കുക്കർ. ആരുടെ ഇത്? ഓ താങ്ക് യു. ദൈവമേ ഇവരാ. സഞ്ജു, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ വീണ്ടും പ്രഗ്നന്റ് ആയോ? കൺസൾട്ടേഷൻ ഇപ്പല്ലോ, രാത്രി 9:30 വരും കേട്ടോ. ശരി. എടാ മൃഗ ഡോക്ടറെ, പ്രഗ്നന്റ് അല്ലാത്ത അവൾ എന്തിനാ പ്രഗ്നന്റ് ആക്കിയത്? അതിലെനിക്ക് ക്രെഡിറ്റും ഇല്ല. ഫുൾ ക്രെഡിറ്റ് നീ തന്നെ എടുത്തോ. സത്യം പറയടാ, എന്തിനാ ചെയ്തത്? ഞാൻ പറയാം. അല്ല, അവനിപ്പോ നിന്നെ അവോയ്ഡ് ചെയ്യുന്ന പറയാൻ എന്താ കാരണം? അത് ഞങ്ങൾ തമ്മിൽ റിലേഷൻ തുടങ്ങിയപ്പോൾ ഉള്ള പെരുമാറ്റമൊന്നും അല്ല അവന്റെ ഇപ്പോ. ഡെയിലി വിളിക്കാറില്ല, വിളിച്ച് തിരക്കില്ല എന്ന് പറയുന്നു. ഒന്ന് തിരിച്ചു പോലും വിളിക്കാറില്ല. ഞാൻ കഴിച്ചോ കുളിച്ചോ ജീവനോടെ ഉണ്ടോന്ന് പോലും അവൻ അന്വേഷിക്കാറില്ല. എന്തിന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് ഏതാന്ന് പോലും അവൻ ചോദിക്കാറില്ല. ഡ്രസ് ഏതാ ചോദിക്കാറില്ലേ? എങ്കിലും അവൻ നിന്റെ കയ്യിൽ നിന്ന് പോയി കിടപ്പേ. ചിലപ്പോ വേറെ പെണ്ണുങ്ങൾ ഡ്രസ് ഊരാൻ വേണ്ടി നടക്കിയിരിക്കും, ഒരു പൂച്ചയെ പോലെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ തേച്ചിട്ട് പോയില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. നിനക്ക് അവൻ തന്നെ വേണോ നിനക്ക് ഉറപ്പാണ്? അത് കുറച്ച് നേരത്തെ ആയ വല്ല പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. എങ്കിൽ ഒരു വഴിയുള്ളൂ, മേറ്റിംഗ്. അല്ല, ചെക്ക്മേറ്റ്. ഇറ്റ്സ് കൺഫേം. നിങ്ങൾ അച്ഛനും അമ്മയും പോകും. അഞ്ജു, എത്ര പെട്ടെന്നല്ലേ നമ്മളെ ജീവിതം മാറിയത്. അതെ, ജോലിയായി, കല്യാണം കഴിഞ്ഞു, ദൈവ കുട്ടിയാവാൻ പോകുന്നു. സത്യം. അമ്മയാവാൻ നീ റെഡിയല്ലേ? പിന്നെ അച്ഛനാവാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതാ do 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 do.